മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഹയർ ഇക്വലൻസി കോഡ്രാബി വെരിഫിക്കേഷൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള സർവീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് സർവീസ്, രണ്ട് എക്സ്പ്രസ് സർവീസ്. അപ്പോൾ അതിൽ ഓരോന്നിനും ഫീസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് സർവീസ് ആണെങ്കിൽ 22 ബിസിനസ് ഡേയ്സും ആണ് പറയുന്നത്. എക്സ്പ്രസ് സർവീസ് ആണെങ്കിൽ 15 ബിസിനസ് ഡേയ്സ് ആണ് നമുക്കിവിടെ സർവീസസിന് വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്, അതായത് നമുക്ക് ഒരൊറ്റ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ് മാത്രമേ ഉള്ളൂ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡേർഡിൽ 30 KD യും എക്സ്പ്രസ്സിൽ 60 KD ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ട് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന്, അതായത് നമുക്കൊരു അഡീഷണൽ ഡോക്യുമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 28 KD കൂടി അഡീഷണൽ കൊടുക്കണം. അതുപോലെ തന്നെ എക്സ്പ്രസ് ആണെങ്കിൽ 58 KD കൂടി അഡീഷണൽ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ രണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 58 KD ആയിരിക്കും നമ്മുടെ ചാർജായിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ റിപ്പോർട്ടിൻ്റെ ട്രാൻസ്ഫർ ആവശ്യമുണ്ടെങ്കിൽ 10 KD വരും. അതുപോലെ റിപ്പോർട്ട് റീഇഷ്യൂ ചെയ്യണമെങ്കിൽ 5 KD ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കോഡ്രാബ് വെരിഫിക്കേഷൻ്റെ ഫീസ് സ്ട്രക്ചർ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്സ് തരാൻ മറക്കരുത് കേട്ടോ. താങ്ക്